ഒരു പക്ക അറേഞ്ച്ഡ് മാരേജ്. രചന ഷാന റിസ്വാൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ഇത് നിനക്കുള്ള എന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മെസ്സേജ് ആണ്. പറയാനുള്ളത് ഞാൻ പണ്ടേ പറഞ്ഞു കഴിഞ്ഞതാ. ഇനിയൊരു എഴുത്ത് എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ആ ഫെബിൻ അവനൊരു ഫ്രോഡാണ്. അങ്ങനെ ഒരുത്തിനോടൊപ്പമുള്ള ജീവിതം വേണ്ട നോക്കുന്ന നിനക്ക് ഉചിതം. ഒരു കാര്യം കൂടി, അന്ന് പറഞ്ഞിരുന്നു നേരിട്ട് മുന്നിൽ വന്ന സാറിനെ ഉപേക്ഷിച്ച് എന്റെ കൂടെ വന്നോളാന്ന്. ഞാനിപ്പോഴും റെഡിയാണ്. നിനക്ക് മുമ്പിൽ വന്ന് നിൽക്കാൻ എനിക്ക് തടസ്സമായിട്ട് ഒന്നും തന്നെ ഇല്ല. പക്ഷേ തന്ന വാക്ക് നീയും പാലിക്കണം. അവനെ ഉപേക്ഷിച്ച് എന്നോടൊപ്പം ജീവിക്കണം. എങ്ങാനും എന്നെ പറ്റിച്ച് മറ്റുള്ളവർക്ക് മുമ്പിൽ കൊണ്ടുവരാനാണ് ഈ ശ്രമമെങ്കിൽ ഇതുവരെ എൻ്റെ പ്രണയാഭ്യർത്ഥനകൾ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. മറുപടി പ്രതീക്ഷിക്കുന്നു. വായിച്ചു കഴിഞ്ഞ് ആഷിയിരുന്ന് ആലോചിക്കുകയാണ്. എടാ, നീ ഇത് എത്രാമത്തെ തവണയിൽ തന്നെ വായിക്കുന്നു, എന്നിട്ട് എന്താ പ്രയോജനം? അതല്ലടി, ഈ അവസാനത്തെ ലൈന് നോക്ക് നീ. എന്തോ ഒരു ഭീഷണിയുടെ സ്വരമുള്ള പോലെ. അതെനിക്കും തോന്നി. നീ ഇന്ന് കോളേജിൽ വെച്ച് ബാഗ് തുറന്നപ്പോ ഈ ലെറ്റർ കണ്ടിരുന്നോ? ഇല്ലടാ, അപ്പോഴൊന്നും ഇല്ലായിരുന്നു. അത് ഈ നിസ്സാരമായി കരുതേണ്ടതിന് ഇത് ആരുടെ പണിയായിരുന്നാലും അവൻ നിന്റെ തൊട്ട് പുറകിലുണ്ട്. നിന്റെ ഓരോ ശ്വാസവും അവൻ അറിയുന്നുണ്ട്. എക്സാം ഉച്ചവരെയുള്ളൊന്നും അത് കഴിഞ്ഞ് നീ ഏത് ബസ്സിൽ തിരികെ വരുന്നവരെ അവൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. അവന് നിന്നോട് ഭ്രാന്തമായ സ്നേഹമാണെങ്കിൽ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. അവന് കിട്ടാത്ത മറ്റാർക്കും വേണമെന്ന് തോന്നിയാൽ പോരെ. ആഷി പറയുന്ന കേട്ട് അവൾ തറഞ്ഞിരുന്നു. ഉള്ളം കിടന്ന് വിറകൊള്ളാൻ തുടങ്ങി. ആദി, ഇനി മറച്ചു വെക്കണ്ട, നമുക്കിത് ആരോടെങ്കിലും പറയാം. ആഷിയുടെ ഉള്ളിലും നേരിയതല്ലാത്തൊരു ഭയം ഉടലെടുത്തിരുന്നു. പക്ഷെ ആരോട് പറയും? ശ്യാപിക്കെങ്ങാനും അറിഞ്ഞാൽ എന്താ ഉണ്ടാവും പോകുന്ന പറയണ്ടല്ലോ. ലെറ്റർ എഴുതിയതിന് വായിച്ചിനൊന്നല്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ഇത്രയും കാലം മറച്ചു വെച്ചതിന്. പിന്നെ ആരും അറിയാ കല്യാണത്തിലേന്ന് നമ്മൾ രണ്ടും കൂടി ആളെ കാണാൻ പോയതിന്. പറയുമ്പോൾ ആദ്യം കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. നീ ടെൻഷൻ അടിക്കാതെ, സാറിനോട് പറയാം. സാർ നിന്നെ മനസ്സിലാക്കും. അതിന് ഫെബിക്ക് എവിടെ? എക്സാം ഡ്യൂട്ടിയിലല്ലേ? നേരെ അവനെ വിളിക്കാറ് പോലുമില്ല. അതിന് സമയം കാണില്ല. ഇനിയുണ്ട് 2-3 എക്സാം. അതൊക്കെ കഴിയുമ്പോഴേക്കും എന്തെങ്കിലും സംഭവിച്ചാലോ? എനിക്ക് പേടിയാവുന്നു. ആദിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഒന്നുണ്ടാവില്ലടി, നാളെ മുതൽ നമുക്കിനി ബസ്സിൽ പോകണ്ട. ഇക്കയോട് ബൈക്ക് ചോദിക്കാം, ഹെൽമെറ്റ് വെക്കാം. കുറച്ച് റിസ്ക് എടുക്കേണ്ടി വന്നാൽ കുഴപ്പമില്ല. ഏതെങ്കിലും വളഞ്ഞ വഴിയിലൂടെ കോളേജിലേക്ക് എത്താം. ഇക്ക, നമുക്ക് ബൈക്ക് വരും തോന്നുന്നുണ്ടോ? അന്നത്തെ ഒന്നും മറന്നിട്ടില്ലല്ലോ നീ. ഇപ്പൊ നമുക്ക് ലൈസൻസ് ഒക്കെ ആയില്ലേ, എന്തെങ്കിലും വഴിയോട് ചോദിച്ചു നോക്കാം. ആഷിയുടെ വാക്കുകൾ അവളിൽ നേരിയ ആശ്വാസം വളർത്തി. എങ്കിലും ഫെബിയൊരു നോക്ക് കാണാൻ കൊതി തോന്നിപ്പോയി അവൾക്ക്. ഒന്ന് സംസാരിക്കാനെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ. ഫോണെടുത്ത് നോക്കി, സമയമായിട്ടില്ല. തിരക്കഴിഞ്ഞ് വിളിക്കാമെന്ന് മെസ്സേജ് വിട്ടു. ആദ്യം എന്താടാ, കണ്ടില്ലല്ലോ ഇന്ന്? അവൾ കിടക്കാണ്, വയ്യ തലവേദനിക്കുന്നെന്ന് പറഞ്ഞു. തലവേദനയോ? എക്സാം അല്ലേ? അതെ. ഷിയാബ് കൈയുള്ള പത്രം മാറ്റി വെച്ച് ഇരുന്നിടത്ത് എണീറ്റ് സ്റ്റെയർ കയറി. പരമാവധി നിഷ്കുഭാവം മുഖത്ത് വരുത്തിച്ച് അവന്റെ പുറകിലായ ആഷിയും. മുറിയിലേക്ക് കയറിയതും പൊതിച്ച് കിടക്കുന്ന ആദ്യം കണ്ട് ഷിയാബിന് മനസ്സലിവ് തോന്നി. വേഗം ചെന്ന് അവളുടെ അരികിലിരുന്ന് നെറ്റിയിലും കഴുത്തിലും കൈവച്ച് നോക്കി. പനിയൊന്നുമില്ലല്ലോ? അറിയില്ലേക്ക, എനിക്ക് വയ്യ. നട്ടുച്ചകത്തെ പൊരിവയിലും വിശപ്പും ബസ്സിലെ ചവിട്ടും കുത്തും എനിക്ക് മടുത്തു. എക്സാമിന്റെ സ്ട്രെസ് വേറെയും. ഫെബിക്കൊണ്ട് ഈ ദിവസം ഇവിടെ കൊണ്ടുവിടാൻ പറയായിരുന്നു ഞാൻ. കേട്ടപ്പോൾ അവനെന്തോ വല്ലാത്ത വിഷമം തോന്നി. അവളുടെ കണ്ണൊക്കെ ചുവന്ന് കലങ്ങിയിട്ടുണ്ട്. അത് പക്ഷേ വിരലിട്ട് കുത്തി ചുവപ്പിച്ചാണെന്ന് ഒരു തവണ പോലും മനസ്സിലായില്ല അവന്. ഇപ്പം അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന അഭിനയ സിംഹങ്ങളുടെ അഭിനയമാണെന്നും. പക്ഷെ എങ്ങനെയെങ്കിലും വണ്ടി സംഘടിപ്പിച്ചെടുക്കണം. ബുള്ളറ്റായിരുന്നു ലക്ഷ്യം. ഒരിക്കലും നടക്കില്ല. തൽക്കാലം ആക്റ്റീവെങ്കിലും കിട്ടണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഇനിയിപ്പോൾ ബസ്സിൽ തൂങ്ങി പിടിച്ചു പോകണ്ട, വണ്ടി എടുത്തോ. ഷിയാബ് പറഞ്ഞു. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നിയെങ്കിലും ഒരു എക്സ്പ്രഷനും പുറത്ത് കാണിക്കാതെ രണ്ടും അനങ്ങാതെ നിന്നു. പിന്നെ വണ്ടി തരുന്നു നേരിട്ട് പണ്ടത്തെ പോലെ ക്ലാസ് കഴിഞ്ഞ് കറങ്ങാൻ പോയി വേറെ വല്ലവരുടെയും വണ്ടിയുടെ പിന്നിൽ കൊണ്ടിടിച്ച് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കിയാ ഞാൻ സ്റ്റേഷനിൽ വന്ന് ജാമത്തിൽ ഇറക്കുന്നോ 1-2 ലക്ഷം വാരിയറിന് കേസ് ഒത്തിരിപ്പാകുമെന്ന് കരുതണ്ട. അതുകൊണ്ട് സൂക്ഷിച്ചു കണ്ടൊക്കെ പോയാ നിങ്ങൾക്ക് നല്ല. പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് വെളിയിലേക്ക് ഇറങ്ങി. പരിസരം വിട്ടു എന്ന് ഉറപ്പായതും ആഷിമെല്ലാം വാതിലടച്ചു. ദേഹത്തുണ്ടായിരുന്ന പുതപ്പെടുത്തെറിഞ്ഞ് ആദ്യ കട്ടിൽ നിന്നും ചാടി ഇറങ്ങി. സന്തോഷം അടക്കാൻ കഴിയാതെ രണ്ടും കൂടി ഇന്ന് ടപ്പാങ്കൂത്ത് നടത്തി. ഇതൊന്നും അറിയാതെ അന്ന് വൈകുന്നേരം ഒരുവനവിടെ എരിപിരിപൂണ്ട് നടക്കുകയായിരുന്നു. ആദിയുടെ മറുപടിയാത്ത് പ്രതീക്ഷിക്കുന്നവന് എഴുത്ത് മാത്രമല്ല അവളൊരു നോക്ക് കാണാൻ കൂടി കഴിഞ്ഞില്ല. ആള് മനഃപൂർവ്വം വരാത്താണെന്ന് അവൻ ചിന്തിച്ചു കൂട്ടി. നിന്നെ ഞാൻ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമാക്കി നിന്നെ ചെയ്യും മോളെ. അതിന് നിന്റെ സാറിനെ തീർത്തിട്ടാണെങ്കിലും ശരി. ദേഷ്യം കടിച്ചമർത്തി മുഷ്ടി ഉരുട്ടിക്കൊണ്ടാവും മുന്നിലെ ചില്ലുമേശയിലേക്ക് ആഞ്ഞു കുത്തി. അയാളുടെ ചിന്തകൾ കടിഞ്ഞാണില്ലാതെ പാഞ്ഞു നടന്നു. എന്തേനെ സംഭവിച്ചാലും വേണ്ടില്ല, ആദ്യം നേടിയെടുക്കണമെന്ന് ഉറപ്പിച്ചു. കത്തുകൾ വഴി ഇനി അവളെ പിന്തിരിപ്പിക്കാൻ സാധ്യമല്ലെന്നവന് ബോധ്യമായി. ഇരുന്നിടത്തെഴുന്നേറ്റ് പഴയ ഷെൽഫിനടുത്തേക്ക് നടന്നു. ചിന്നി ചിതറിക്കിടക്കുന്ന 100ഓളം ബുക്കുകൾക്കിടയിൽ ഒളിപ്പിച്ച കറുത്ത പുറംചട്ടയുള്ള ആ ഡയറി കയ്യിലേക്ക് എടുത്ത് വീണ്ടും പഴയ സ്ഥാനത്ത് വന്നിരുന്നു. അതിന്റെ ഓരോ താളുകൾ മറിക്കുമ്പോഴും അതിൽ എഴുതി വെച്ച പേരുകളിലൂടെ അവന്റെ കണ്ണുകൾ ഓടിക്കൊണ്ടിരുന്നു. ഡയാന, ചാപ്റ്റർ ക്ലോസ്ഡ്.
സ്റ്റെഫി ചാപ്റ്റർ ക്ലോസ്ഡ്. ദിൽന ചാപ്റ്റർ ക്ലോസ്ഡ്. അഫ്രാമാൽ. ആ പേരും അതിനിടയിൽ വരച്ചു വെച്ച ക്വസ്റ്റ്യൻ മാർക്കിലും ഒരു നിമിഷം അവന്റെ കണ്ണുകളുടക്കി നിന്നു. അത്രയും പ്രിയപ്പെട്ടവളായിരുന്ന അഫ്രാമന് ജീവിതത്തിലേക്ക് കൂടെ കൂട്ടാൻ ആഗ്രഹിച്ചവൾ. പക്ഷെ എല്ലാം തകിടം പറഞ്ഞ് നിമിഷ നേരം കൊണ്ടായിരുന്നു. അതിന് കാരണക്കാരവനാ. അവൻ ഒറ്റൊരുത്തം കാരണ എനിക്ക് അവളെ നഷ്ടപ്പെട്ടു പോയത്. ആ മുഖം മനസ്സിൽ തെളിഞ്ഞപ്പോൾ തന്നെ ദേഷ്യം കൊണ്ട് അവന്റെ പേശികൾ വലിഞ്ഞു മുറുകി. അതിൽ നിന്നും മോചനത്തിനായി കണ്ണുകൾ ഇറുക്കി അടച്ച് അവൻ ആത്മസംയമനം പാലിച്ചു. ഇനി വേണ്ട, അഫ്രൈനി എനിക്ക് ആവശ്യമില്ല. ഡയാനയും സ്റ്റെഫിയെയൊക്കെ പോലെ അവളെയും ഞാൻ എന്നേക്കുമായി മനസ്സിൽ നിന്ന് പറിച്ചെറിഞ്ഞു കളഞ്ഞു. എനിക്ക് വേണ്ട നിന്നെ മാത്രം. ബുക്കിന്റെ അടുത്തതാൾ മറിച്ചിട്ട് അവിടെ വെടിപ്പായി എഴുതി വെച്ച അവളുടെ പേരിനെ ഇഷ്ടത്തോടെ അവനൊന്ന് തഴുകി വിട്ടു. അവളുടെ പിടക്കുന്ന മാൻപേട കണ്ണുകൾ പോലെ, കവിളിലെ നുണക്കുഴികൾ പോലെ, ചോരച്ചുണ്ടുകൾ പോലെ ആദില എന്ന പേരിന് വരെ മൊഞ്ചുണ്ടെന്ന് തോന്നിയവന്. നിനക്കായുള്ള കാത്തിരിപ്പിലാണ് പെണ്ണെ ഞാൻ. നിന്റെ സാറിനേക്കാൾ മുന്നേ ഞാൻ നിന്നെ നെഞ്ചിലേറ്റിയതാ. അതാർക്കും നിന്നെ വിട്ടുകൊടുക്കാൻ വേണ്ടിയല്ല, മറിച്ച് എന്നേക്കുമായി സ്വന്തമാക്കാൻ വേണ്ടിയാ. പക്ഷേ ഇപ്പോൾ ഞാനൊരു പരാജിതനാ. എൻ്റെ പദ്ധതികളെല്ലാം ഓരോ നിമിഷവും പാളിപ്പോവുകയാ. ഇനി നിന്നെ നേടിയെടുക്കാൻ ഒരേ ഒരു വഴി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. യെസ്, കിഡ്നാപ്പിംഗ്. എന്നിട്ട് ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത ദൂര സ്ഥലത്തേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകും. നമ്മൾ മാത്രം മതി മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ. ആരോടുന്നില്ല സ്വയം പറഞ്ഞുകൊണ്ടിരുന്നവൻ ശേഷം ആളെ തട്ടിക്കൊണ്ടുപോകാനുള്ള ഓരോ പ്ലാനുകളും ഡയറിക്കകത്ത് വരച്ച് തയ്യാറാക്കാൻ തുടങ്ങി. ഒരു ചെറിയ വെക്കേഷന് ശേഷം വീണ്ടും ക്ലാസ്സുകൾ ആരംഭിച്ചു. ജൂനിയേഴ്സിനെ നിർത്തിപ്പൊരിക്കാനുള്ള വലിയ പ്ലാനിംഗ് ഒക്കെ ആദ്യമേ തയ്യാറാക്കി വെച്ചെങ്കിലും ഇപ്പോൾ അവൾക്ക് ഒന്നിനൊരു മൂടും തോന്നുന്നില്ല. കാരണം ക്ലാസ് തുടങ്ങിയ ദിവസം 3 അവളുടെ സാറിന് ഒരു നോക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലെന്ന് തന്നെ. മുകളിലത്തെ ക്ലാസിന്റെ ഫ്രണ്ടിൽ നിന്നും കോളേജ് ഗേറ്റ് കടന്നു വരുന്ന ഓരോന്നിനെയും നോക്കി വെറുതെ അവൾ അങ്ങനെ നിന്നു. കൂടെ ആഷിയും. ആ മുഖത്തെ തെളിച്ചമില്ലായ്മയിൽ നിന്ന് തന്നെ അവന് മനസ്സിലായിരുന്നു അവൾക്ക് സാറിന് എന്തോരം മിസ് ചെയ്യുന്നുണ്ടെന്ന്. എന്നാലും മനുഷ്യന്മാര് മാറും ഇങ്ങനെ. നീയൊക്കെ ഒരു പെണ്ണാണോടി. ഓണിൽ ഉറക്കില്ല എന്റെ നെച്ചുക്കാന്ന് പറഞ്ഞ് ഒലിപ്പിച്ച് നടന്നവളാ. ഇപ്പൊ സാറിനെ കണ്ടപ്പോ പണ്ടത്തെ പ്രണയത്തിന്റെ ഒരു ഓർമ്മ പോലും അവിടെ മനസ്സിലില്ല. ഇങ്ങനെയും ഉണ്ടാവൂ റബ്ബേ. അവൻ ആകാശത്തേക്ക് നോക്കി കൈമലർത്തി. അവളുടെ മൂടൊന്ന് ശരിയാക്കിയെടുക്കാൻ മനഃപൂർവ്വം ചൊറിയുകയായിരുന്നു. അത് കേട്ടത് ഒരു കൊട്ട വീർപ്പിച്ച് വെച്ച മുഖവുമായി അവൾ ആഷിയെ നോക്കി. അങ്ങേര് കെട്ടി സുഖമായിട്ട് ജീവിക്കുന്നു, ഇനി ഞാനെന്ത് വേണം? അയാളെ ഓർത്ത് മോങ്ങിയിരിക്കണോ? അരികിലൊരു പാട്ട് കേട്ട് പെട്ടെന്ന് രണ്ടുപേരും തിരിഞ്ഞു നോക്കി. റിൻഷ ആദ്യം കളിയായിക്കൊണ്ട് നിൽക്കുന്നു. ആളിപ്പോ പഴയതുപോലെ ഒന്നല്ല, ഡീസന്റ് ആയി. സാറ് തനിക്ക് കിട്ടില്ലെന്നും ആദ്യമാണ് ആൾക്ക് ചേരുന്നെന്നും അവൾക്ക് തന്നെ മനസ്സിലായി. അതോടെ തന്റെ ഉള്ളിലുള്ളിലെടുത്ത പൊട്ടബുദ്ധി അവൾ തന്നെ വേരോടെ പിഴുതെടുത്ത് പുറത്തേക്ക് കളഞ്ഞു. ഇന്നും ഇത് തന്നെയാണ് അവസ്ഥ. സാറിന് മീറ്റിംഗ് കഴിഞ്ഞില്ലേ? എറണാകുളത്ത് എത്തിയില്ലേ ഇതുവരെ? എനിക്കറിയാൻ പാടില്ല. വിളിച്ചെടുത്താലല്ലേ വല്ലതും ചോദിക്കാൻ പറ്റൂ. അലീബിന്റെ മെസ്സേജിന് മറുപടി തരണം. ആദിയുടെ മുഖം ഒന്നുകൂടെ വീർത്തു വന്നു. റിൻഷയുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. അത് പക്ഷേ അവളുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ടിട്ടല്ലായിരുന്നു. ആദി, ഇനിയും വീർപ്പിച്ചിട്ടിയാലേ ഈ മോന്ത് ചിലപ്പോൾ പൊട്ടിത്തെറിച്ചു പോകും. അതുകൊണ്ട് നീ ഏറി വിടുമുത്തേ. സാറെന്താ നിനക്ക് മറുപടി തരാത്തെന്നറിയോ? ഒരു സർപ്രൈസ് തരാനാ. എന്ത് സർപ്രൈസ്? ആദി റിൻഷയ്ക്ക് നേരെ മുഖം തിരിച്ചു. ആളുടെ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്ന പുഞ്ചിരിയുടെ രഹസ്യം എന്താണെന്ന് ആദിക്ക് മനസ്സിലായില്ല. യെസ്, ഹീസ് ഹിയർ. ഇവിടെയോ? എവിടെ? ആദിയുടെ കണ്ണുകൾ വിടർന്നു. നോട്ടം ചുറ്റിലും പാഞ്ഞു. വെപ്രാളം കാരണം ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവളുടെ കാട്ടിക്കൂട്ടൽ കണ്ട് റിൻഷയ്ക്കും ആഷിക്കും ഒരുപോലെ ചിരി വന്നു. റിൻഷ അവിടെ കവിളിൽ പിടിച്ച് തനിക്ക് നേരെ തിരിച്ചു. ശേഷം താഴെ പാർക്കിംഗ് ഏരിയയുടെ അടുത്ത് നിന്ന് നടന്നു വരുന്ന സാറിനെ ചൂണ്ടിക്കാണിച്ചു. ഒന്നേ നോക്കിയുള്ളൂ ആദി. റിൻഷയുടെ കൈ തട്ടി മാറ്റി ഒരോട്ടമായിരുന്നു അവനരികിലേക്ക്. കണ്ണടക്കാൻ നിന്നു, ഇപ്പൊ ഒരു സീൻ കാണാനുള്ള ചാൻസ് ഉണ്ട്, ആഷി പറഞ്ഞു. റിൻഷ പെട്ടെന്ന് അവന്റെ കണ്ണുകൾ പൊത്തിപ്പിടിച്ചു. നീ അങ്ങനെ കാണണ്ട, എന്താ നടക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇത്രയും ദിവസം കാണാത്തതിന്റെയും കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ സാറിന്റെ ഒരു വിവരം അറിയാത്തതിന്റെയും ടെൻഷൻ അവൾക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അതിലുപരി അവൻ അവൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് മനസ്സിലായിരുന്നു. അത്രയ്ക്ക് മിസ് ചെയ്തിരുന്നു അവനെ. പരിസരം പോലും നോക്കാതെ സർവവും മറന്ന് ഓടിച്ചെന്ന് അവൾ അവൻ ഇറുകെ കെട്ടിപ്പിടിച്ചു. അളർത്തി മാറ്റാനോ ചേർത്ത് നിർത്താനോ കഴിയാതെ ഒരു നിമിഷം അവനങ്ങനെ തറഞ്ഞു നിന്നു. കോളേജ് ഒന്നടങ്കം അവരുടെ പ്രണയത്തിന് സാക്ഷിയായി. തന്റെ കണ്ണിന് മുകളിൽ വെച്ച റിൻഷയുടെ കൈയെടുത്ത് മാറ്റി ആഷി താഴേക്ക് നോക്കി. സാറിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആദി ആ കാഴ്ച കണ്ട് അവന്റെ ചുണ്ടുകൾ വിടർന്നു. എനിക്ക് വല്ലാണ്ട് മിസ് ചെയ്തു സാറിനെ പറയുമ്പോൾ അവളുടെ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. ആദി, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നമുക്ക് പിന്നെ സംസാരിക്കാം, വിട്ടു നിൽക്ക് നീ. എല്ലാവരും ശ്രദ്ധിക്കുന്നു. അവനോട് പുറത്ത് വാത്സല്യത്തോടെ തലോടി
കണ്ണു തുടച്ചുകൊണ്ട് ആൾ വേഗം അവരിൽ നടന്നു മാറി ചുറ്റിലും നോക്കി. പറഞ്ഞ പോലെ എല്ലാവരും ഇമച്ചിമ്മാതെ അവർ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അതൊന്നും അവൾ കാര്യാക്കിയില്ല. ഞാൻ വിളിച്ചിട്ട് എന്ത് ഫോൺ എടുക്കാത്ത? അവളുടെ മുഖം വീണ്ടും നേരത്തെ പോലെ വീർത്തു വന്നു. നിനക്ക് സർപ്രൈസ് ആയിട്ട് ഇതാ ഇതുപോലെ മുന്നിൽ വന്ന് നിൽക്കാൻ. തേങ്ങ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. അവൾ പിറുവിർത്തു. അവന്റെ ചുണ്ടിലൊരു ചെറിയ ചിരി വിരിഞ്ഞ് അവളെയും വിളിച്ച് അകത്തേക്ക് നടന്നു. എല്ലാം കണ്ടുകൊണ്ട് ആഷി റിൻഷ അവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മളെയൊന്നും ഇങ്ങനെ ഓടിയൊന്ന് കെട്ടിപ്പിടിക്കാൻ ആരുമില്ല. ആ യോഗം വേണം. ആഷി വേദനയോടെ വിദൂരത്തിലേക്ക് നോക്കിയൊന്ന് ശ്വാസം വലിച്ചു വിട്ടു. എന്തോ മനസ്സിലായ പോലെ ചുണ്ട് കടിച്ചു പിടിച്ച് റിൻഷ അവനെ നോക്കി തലയനക്കി. മോനെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാക്കിയില്ലേ കൊച്ചുകള്ളി? ആഷി അവളെ നോക്കി വെളുക്കരെന്ന് വിളിച്ചു കാണിച്ചു. അവനെന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് അവൾ അപ്പോൾ തന്നെ തിരിഞ്ഞു കിടന്നു. അതി, നീ എന്ത് തീരുമാനിച്ചു? സാറിനോട് പറയുന്നുണ്ടോ അയാളുടെ കാര്യം? പറയണം, ഇന്ന് തന്നെ പറയണം. ദിവസേന ഞാൻ കാത്തിരുന്ന സാധനം ഒന്ന് കൺമുമ്പിൽ കണ്ടിട്ടാണ്. ഇനിയെങ്കിലും മനസ്സുറന്നില്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല ആഷി. പക്ഷെ എങ്ങനെ സംസാരിച്ചു തുടങ്ങുന്ന ഒരു ഐഡിയ ഇല്ല. സാറെങ്ങനെ പ്രതികരിക്കുന്ന ഒരു പേടി വേറെയും. ആരും നീ ടെൻഷൻ അടിക്കണ്ട, തുടങ്ങി വെച്ചാൽ മതി. അപ്പോഴേക്കും ഞാനും വരാം, ബാക്കി നമുക്ക് ഒരുമിച്ച് പറയാം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് സാർ? എല്ലാം ഒത്തുതീർപ്പാക്കുന്ന അവസാനം കണ്ടപ്പോഴും സമ്മതിച്ചല്ലേ, പിന്നെ ഇപ്പൊ പെട്ടെന്ന് വാക്ക് മാറ്റുന്നു. ആ ഒരു തീരുമാനം മാറ്റിയെന്നറിഞ്ഞ് ഫെബിക്ക് ദേഷ്യം കൊണ്ട് രക്തം നിൽക്കാൻ തുടങ്ങി. എടോ, താൻ ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. നിസാര സംഗതിയിൽ ഇത് പെണ്ണ് കേസാ. ഓരോന്നിനും ഇറങ്ങി പുറപ്പെടുമ്പോ ഓർക്കണമായിരുന്നു. ഇനി അവരുടെ കണ്ടീഷൻസ് ഒന്നും അംഗീകരിക്കാൻ തനിക്ക് കഴിയുന്നില്ലെങ്കിൽ ആ പെണ്ണിനെ താനെങ്കിൽ ഏറ്റെടുക്ക്. അപ്പൊ പിന്നെ ചെയ്തു പോയ തെറ്റിനൊരു പരിഹാരമാവുകയും ചെയ്യും. ഫെബി കണ്ണുകൾ ഇറുക്കി അടച്ചു. അവന് മറുപടിയില്ലായിരുന്നു. സർ പ്ലീസ്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അവർക്ക് കാശ് എത്രയാ വേണ്ടത് വെച്ചാൽ ചോദിക്കുക, എത്രയാണെങ്കിലും കൊടുക്കാൻ ഞാൻ. എന്നിട്ട് ഈ കേസിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്താ പ്ലീസ്. ഇനിയും വയ്യ എനിക്ക്. എത്ര പണം കൊടുക്കും നീ? ആ പെണ്ണിന്റെ മാനത്തിന് പകരമായിട്ട് എന്ത് വിലയിടും? കയ്യിൽ ലക്ഷങ്ങളുണ്ടാവും ചിലപ്പോ. നിനക്ക് സമാധാനത്തോടെ ജീവിക്കാൻ അത് മുഴുവൻ കൊടുക്കുമായിരിക്കും. എന്നാലും ആ പെൺകുട്ടിക്ക് നഷ്ടമായ മാനം തിരിച്ചിട്ടുവോ? വക്കീലിന്റെ ചോദ്യത്തിന് മുമ്പിൽ അവൻ ഉത്തരം മുട്ടി. സർ പ്ലീസ്, എല്ലാം അറിയുന്നല്ലേ, എന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുക. അതിനു മുന്നേ ഏടാകുളത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തരണം. ഒന്നും മനഃപൂർവ്വമല്ല, പറ്റിപ്പോയി. അവന്റെ വാക്കിൽ ദയനീയത കലർന്നിരുന്നു. അത് കേട്ട് വക്കീലൊന്ന് തണുത്തു. എനിക്കറിയാനിട്ടല്ല, ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ 2 തവണ വന്നപ്പോഴും കരഞ്ഞിട്ട് അവർ മടങ്ങിപ്പോയത്. നിന്നെ പോലെ പൈസ കൊണ്ട് ജീവിക്കുന്നവരല്ല അവര്. പാവം പിടിച്ചൊരു കുടുംബ. അവർക്ക് നീതി വേണം. സാറ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനൊന്നുകൂടി ആലോചിക്കട്ടെ, എന്നിട്ട് വേണ്ട ചെയ്തോളാം. ഓക്കെ. കോൾ കട്ട് ചെയ്ത ഒരു നിമിഷം അവൻ കണ്ണടച്ച് നിന്നു. ശേഷം ഫോൺ പോക്കറ്റിലേക്ക് തിരിഞ്ഞു. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ഞെട്ടി. ആദി ഒരു വിറയിലോടെ അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. സംസാരിച്ച മുഴുവൻ അവൾ കേട്ടോ എന്നൊരു തോന്നലിൽ അവന്റെ ഉള്ളിൽ ഒരു ഭയമുണർന്നു. കഴിഞ്ഞ സംസാരം? അവളുടെ ഭാവമാറ്റമില്ലാത്ത ചോദ്യത്തിൽ നിന്നും അവളൊന്നും കേട്ടില്ലെന്ന് അവന് മനസ്സിലായി. അല്ലെങ്കിലേ ഭ്രാന്തി കയറി വല്ലാത്തൊരവസ്ഥയിലെത്തിയിരുന്നു. അതിലൂടെ ശബ്ദം ഉണ്ടാക്കുന്ന അവൾ പിന്നിൽ വന്നതെന്ന് കൂടിയായപ്പോൾ അവന് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പല്ലുകൾ ഞെരിച്ചമർത്താൻ തുടങ്ങി. ആരായിരുന്നു ഫോണില്? അവന് മുഖം കണ്ട അവൾക്കൊരു വല്ലായ്മ തോന്നി. നിനക്കൊക്കെ എന്തിന്റെ അസുഖാണ്ടി? ഉള്ള ശബ്ദം പുറത്തെത്താൻ വലറിയതും അവളുടെ ഉള്ളിൽ ഒരു കൊള്ളിയാൽ മിന്നി. ഒന്നും മിണ്ടാതെ കണ്ണും തുറപ്പിച്ച് അവനെ തന്നെ നോക്കി നിന്നു. മനസ്സിൽ ഓരോന്ന് ഒളിപ്പിച്ചു വെച്ചിട്ട് എന്തിനാ നീ ആ കല്യാണത്തിന് സമ്മതിക്കുന്നത്? ആദ്യമേ ഇഷ്ടം തുറന്നു പറഞ്ഞാ പോരെ? സാർ, അവളുടെ കൈകാലുകൾക്ക് വിറയിൽ വരാൻ തുടങ്ങിയിരുന്നു. വെറുതെ കല്യാണ തലേന്ന് ഒളിച്ചോടി ബാക്കിയുള്ളവരെ നാണം കെടുത്താൻ അവൻ അവളെ നോക്കി ദയിപ്പിച്ചു. സത്യത്തിൽ എന്താണ് പറയുന്നത് പോലും അവൻ അറിയില്ലായിരുന്നു. ദേഷ്യം കൊണ്ട് വായിൽ വന്ന് വിളിച്ചു പോയി. അത് കേട്ട് അവന് പ്രിയപ്പെട്ട ആരോ ചതിക്കപ്പെട്ടു എന്ന് അവളും തെറ്റിദ്ധരിച്ചു. അതോടെ പറയാമെന്ന് അപ്പാടെ വിഴുങ്ങി. എങ്കിലും അവൻ ഒച്ച വെച്ച് സംസാരിച്ച് അവൾക്ക് നല്ലോണം ഫീലായി. ആരോ ഇവിടെ ഒളിച്ചോടിപ്പോയതിന് ഞാനെന്ത് പിഴച്ചു? ആൾ അവനെ നോക്കി മുഖം വീർപ്പിച്ചു. പേടിയും സങ്കടം ഒരുപോലെ തികട്ടി വന്ന കാരണം കണ്ണു നിറയുന്നുണ്ടായിരുന്നു. പിന്നെ നിന്നില്ല, തിരിഞ്ഞൊരു നടത്തം വെച്ചു കൊടുത്തു. ആ പോക്ക് കണ്ടുകൊണ്ടാണ് ആഷി അങ്ങോട്ട് വരുന്നത്. അവൻ സംശയത്തോടെ സാറിനെ അവളെയും മാറി മാറി നോക്കി. തെറ്റുപറ്റിയതുപോലെ ഫെബിൻ തന്റെ നെറ്റിയിൽ കൈവച്ചു. എന്നോട് സംസാരിക്കാൻ വന്നായിരുന്നു അവള്. അത് കേൾക്കാൻ നിൽക്കാതെ വെറുതെ അവളോട് ദേഷ്യപ്പെട്ടു. അവൻ ആഷിയെ നോക്കി. എന്തൊരു സാർ? മറ്റൊരു കോളായിരുന്നു ഞാൻ. അയാളോടുള്ള ദേഷ്യം അവളോട് തീർത്തു. അത് തന്നെ സാരല്ല, ഞാൻ പോയി സോരോറും ശരിയായിക്കോളാം. അങ്ങോട്ട് ചെന്നാലും മതി എന്ന ഭാഗത്തിൽ ആഷിയൊന്ന് തലയനക്കി. എന്താടാ ഏൽക്കില്ലേ? സാർ ഇതുവരെ ആദ്യമായി കണ്ടിട്ടില്ല. ആഷി മനസ്സറിഞ്ഞോ പുഞ്ചിരിച്ചു. അപ്പൊ ഞാൻ പെട്ടൂന്ന്. അതിന് മറുപടി പുഞ്ചിരിയായിരുന്നു. ക്ലാസ്സിലേക്ക് മടങ്ങി വന്ന് ബാഗ് എടുക്കുമ്പോഴും ആദിയുടെ കണ്ണുകൾ നിറഞ്ഞു തന്നെയായിരുന്നു. ആരോ എന്തോ എവിടെയോ ചെയ്തതിന് താനെന്ത് പിഴച്ചു? അവൾ സ്വയം പറഞ്ഞു. കണ്ണൊന്ന് അമർത്തി തുടച്ച് ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടു നേരത്തെ നിന്ന് അതേ സ്ഥലത്ത് സാറും ആഷിയിൽ നിന്ന് സംസാരിക്കുന്നത്. ആ ഭാഗം മൈൻഡാക്കിയില്ല. നേരെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. പക്ഷെ അവിടെ രണ്ടുപേരെയും ശ്രദ്ധ അവളിലായിരുന്നു. സർ, അപ്പൊ ഓക്കെ, പറഞ്ഞ പോലെ ബൈ.
മറുപടി കാത്തിൽക്കാതെ അവളോടൊപ്പം എത്താൻ വേണ്ടി അവൻ ഇറങ്ങി ഓടി. ഫെബി ചുണ്ടും ചുളിച്ച് ആദ്യ പോകുന്ന വഴിയെ നോക്കി നിന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.